ശ്രീ ആർ വി ബാബു, അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇപ്പോൾ NIA കോടതി ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ കോടതി വിധിയെ നോക്കിക്കാണുന്നത്? നമുക്ക് എല്ലാവരും ആഗ്രഹിച്ചിരിക്കും. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഈ ജാമ്യം കിട്ടാനായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ തോതിൽ സഹായകരമായ നിലപാടെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പ്രോസിക്യൂഷൻ ഈ കേസ് ശക്തമായ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ള രീതിയിലേക്കുള്ള വാദം ഉണ്ടായില്ല. അത് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ സഹായിച്ചു. ഫർദർ അന്വേഷണം എന്നുള്ളതിന് നിലയ്ക്കുള്ള കാര്യങ്ങളിലേക്ക് വേണം എന്ന ആവശ്യം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ശക്തമായി ഉന്നയിച്ചില്ല. ഒരു റൊട്ടീൻ ജാമ്യത്തിന് എതിരായിട്ട് റൊട്ടീനായിട്ടുള്ള ഒരു വാദം നടത്തിയതിനപ്പുറത്തേക്ക് ശക്തമായിട്ടുള്ള രീതിയിൽ ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വാദം നടന്നിട്ടില്ല. അപ്പോ അത് ജാമ്യം കിട്ടാൻ സഹായകരമായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇതൊരു കീഴ്വഴക്കമാകുന്നത് ശരിയായ ഒരു നിലപാടാണോ എന്നതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കേസ്, ആ കേസിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഉള്ള കേസ്, അത് NIA ഷെഡ്യൂളിൽ വരുന്നൊരു വകുപ്പ്, അതില് വളരെ വലിയ തോതിൽ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഒരു കേസില് വേണ്ട രീതിയിൽ നടക്കാതെ പോയി എന്നുള്ളത് അത് ശരിയായ രീതിയാണോ എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും കന്യാസ്ത്രീകൾ പുറത്തിറങ്ങി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഈ ഒരു കേസിന്റെ മെറിറ്റിലേക്ക് നോക്കുമ്പോൾ ശരിയായ രീതിയാണോ കീഴ്വഴക്കമാണോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല. ശ്രീ ആർ വി ബാബു, ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നും അത്തരമൊരു നിലപാട് വരുന്നു. പക്ഷേ അതിന്റെ മറുഭാഗത്ത് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാസം അവസാനം ചേരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ മതപരിവർത്തനത്തിനെതിരെ അതിശക്തമായ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിഷ്ണുദേവ് സായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ വരാൻ പോകുന്ന ആ ബില്ലുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നുവെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അവിടെ ഈ വിവാദങ്ങൾ കൊണ്ട് സംഭവിച്ചത് അവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ, ഈ പറയുന്ന മതമാറ്റം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് വരികയും രാഷ്ട്രീയക്കാരൊക്കെ ആ നിലയിലേക്ക് ഒരു ശക്തമായ നിലവിലുള്ള നിയമത്തെ കൂടുതൽ കടുപ്പിച്ച് കർശനമായ നിയമമാക്കി മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചന ആ രീതിയിലേക്ക് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഈ വിവാദം കൊണ്ടുണ്ടായ ഒരു നേട്ടം. അത് ഛത്തീസ്ഗഡില് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മതപരിവർത്തന നിരോധന നിയമം വരാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം നമുക്ക് സ്വാഗതാർഹമാണ് എന്നാണ് നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുക. വളരെ നന്ദി ശ്രീ ആർ വി ബാബു, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.